ലാലേട്ടന്റെ ഒരു പേര് ഞാൻ എവിടെ കഴിഞ്ഞ ഇന്റർവ്യൂ ഇരുന്നപ്പോ ചർച്ച ചെയ്ത് തന്നാ പിന്നെ ചെയ്തേക്കാതെ തീരുമാനിച്ചു. അങ്ങനെ ഡൊണാൾഡ് ട്രംപിനെ കാണണം. Who's your favorite actor by the way? മമ്മൂക്കയുടെ രാജമാണിക്യം. ഇല്ലെങ്കിൽ ഞാൻ ഈ കഥാപ്പുറത്ത് പാടി പാടി ശംഖുപൊട്ടി മരിക്കും. നമ്മളൊന്നും വേണ്ട. പറഞ്ഞോ വാലങ്ങ് പറയാം. മോർച്ചറി ജോണി അങ്ങനെ കുഴപ്പക്കാരനാണ് ഇവൻ. ചായ ജോണി, പരിപ്പൂട ജോണി മെറ്റലിലേക്ക് എടുത്തിട്ട് കൂട്ടുന്നില്ല. അപ്പൊ മെറ്റൽ ജോണി ഒരു അച്ഛനാണ്. നീ രാവിലെ തുടങ്ങി ഇവിടെ ഇരിക്കുകയാണല്ലോ. ഈ സമയത്തെങ്കിലും എന്തെങ്കിലും പഠിക്കണമെന്ന് പറയുമ്പോ ഞാൻ പറയും നിനക്ക് ഇത് പഠിച്ചിട്ട് വേണമായിരിക്കും എന്തെങ്കിലും ആകാൻ. എനിക്ക് ഇത് പഠിച്ചിട്ട് വേണം എന്തെങ്കിലും സിനിമ. ആ പ്രാന്തായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു മൂവി കണ്ടിട്ടാണ് എനിക്ക് സാധനം ഫസ്റ്റ് തലയിൽ കയറുന്നത്. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനി എന്നരികിൽ. ഇത് വെറും തമാശയല്ല കേട്ടോ. തമാശ മാത്രല്ല, വെറും തമാശ ചിത്രം അങ്ങനെ ഉണ്ട്. അതിപ്പോ തുടങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് ഞാനും ഡെയിലി കേൾക്കാറുണ്ട്. ഭാസ്കര പട്ടേൽ അത് ഡിഫറെന്റ് ക്യാരക്ടറാണ്. പുള്ളി ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. പാതിരാമഴയേതോ ഹംസഗീതം പാടി. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments. അപൂർവ പുത്രന്മാർ വരികയാണ്. വിശേഷങ്ങളുമായി നമ്മളോട് ചേരുന്നുണ്ട് അശോകേട്ടൻ, അമേര, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആൻഡ് നിഷാന്ത് സാഗർ. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. താങ്ക് യു. വിഷ്ണുട്ടാ, ആദ്യമായിട്ട് എനിക്ക് എന്താണ് ശരിക്കും ഞാൻ ആ ക്രിഞ്ച് സോങ് ആണ് ഫസ്റ്റ് കാണുന്നത് കേട്ടോ. ക്രിഞ്ച് സോങ്ങിൽ നമ്മുടെ അമേര ഉണ്ട്, പിന്നെ എനിക്ക് മറ്റേ ആളുടെ പേര് അറിയില്ല. വിപിൻ അല്ലല്ല, അതല്ല. നമ്മള് സ്വാഭാവികമായിട്ടും ഗേൾസിനെയല്ല അത് നോട്ട് ചെയ്യാം. ഏത് അമേരം പായലിനെയും കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടതിന്റെ ഭാഗ്യം. നമ്മളൊന്നും വേണ്ട. അപ്പൊ ശരിക്കും എന്താണ് അപൂർവ പുത്രന്മാർ? എന്താ ഒരു സ്റ്റോറി ലൈൻ? അത് അപ്പന് വേണ്ടിയിട്ട് മക്കള് വേറെ ഒരു മക്കളും ചെയ്യില്ലാത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ അപൂർവ പുത്രന്മാരായി മാറുന്നത്. ഓ അങ്ങനെ. അതെന്താണ് കാര്യം പറയാൻ പറ്റില്ല. അതാണ് സിനിമ. അപ്പം അത് ഭയങ്കര ഫൺ റൈഡാണ്. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം കൂടി ഞാൻ കണക്ട് ചെയ്ത് പറയുവാണെങ്കിൽ ഈ സിനിമയിലുള്ള ഒരു കോൺഫിഡൻസ് കൂടിയാണ് നമ്മൾ ഇപ്പോഴും എനർജിയിൽ ഇത്രയും രാവിലെ തുടങ്ങിയ ഇന്റർവ്യൂസ് ആണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇതിനോട് ആവേശഭരിതരായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സിനിമ നമുക്ക് അത്രയും കോൺഫിഡൻസും ഉണ്ട്. മൊത്തത്തിൽ ആളുകൾ എന്തായാലും ചിരിക്കാൻ ഒരുപാട് സിറ്റുവേഷൻസ് ഇതിലുണ്ട്. സിറ്റുവേഷണൽ ഹ്യൂമറുകളുണ്ട്, അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ട്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഞാൻ പറഞ്ഞത് അശോകേട്ടനും ലാലിച്ചായനും ഒക്കെ കിടിലൻ പെർഫോമൻസ് ഈ സിനിമയിലുണ്ട്. അതൊക്കെ നമുക്ക് വളരെ പ്രതീക്ഷയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയെക്കുറിച്ച്. ഓക്കെ നിഷാന്തേട്ടാ, നമ്മൾ ഒരു കഥാപാത്രം ശരിക്കും അപൂർവ പുത്രന്മാരിലെ ഒരു കഥാപാത്രം എന്ത് തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്? എന്താ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ഒരു എന്താ പറയാ, ഒരു സസ്പെൻസ് ആണ് പറയണ്ട. അല്ലല്ല, ഈ പറഞ്ഞ പോലെ അത് ഒരു നല്ല സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നത്. അതിലൊരു രസമുള്ള ഒരു ക്യാരക്ടറാണ് അതെ, ജോണി എന്നൊരു ക്യാരക്ടറാണ്. അതെ, എന്തെങ്കിലും വാലുണ്ടോ ജോണിക്ക്? വാലിപ്പം പറയണോ? വാലങ്ങ് പറയാം. മോർച്ചറി ജോണി. മോർച്ചറി ജോണി ഭയങ്കര ടെററായിട്ടുള്ള ക്യാരക്ടറൊക്കെയാണ്. ഭയങ്കര കുഴപ്പക്കാരനാണ്. ടെററാണ്. പക്ഷെ നമ്മള് അല്ലാത്ത ഓഫ് ദ സ്ക്രീൻ നമ്മൾ അവിടെ മൊത്തം കോമഡി ആക്കി. മോർച്ചറി ജോണി ചായ പിടിക്കാണ്ട് കഴിഞ്ഞാ ഇവൻ ചായ ജോണി ഒന്ന് പോള
പരിപ്പൂടെ ജോഡി. അവസാനം ഇവരുടെ ഈ എന്താ പറയാ അപൂർവപുത്രന്മാരെടുത്തിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു മെറ്റലിലേക്ക് എടുത്തിട്ട് കൂട്ടുന്നുണ്ട്. അപ്പൊ മെറ്റൽ ജോണി. Okay. I think Amara is waiting for her turn. So I'm very glad to meet you and welcome to the world of Malayalam cinema. First, I wish to ask you that how were you casted in this movie? So I always wanted to do a Malayalam movie because I've always watched Fahad Fasil movies and his movie as well. So yeah, I had a soft corner for Malayalam industry and I was just manifesting that I would get it. So after doing ads and everything, I got connected with a lot of people, and this movie just came to me. I gave the audition and I just got selected. I'm really lucky, I feel. Yeah, I heard that there was a performance video that you sent to the team, right? Yeah. Okay. So how about the character in this movie? I don't want to reveal much, Oh, okay. but my character name is Dipti, and Dipti and the other girl, Payal, we both are sisters. They both are brothers, Vipin and Vishnu. So they are in love with us, and we're just not giving them attention. So that's how the story revolves around us. അതാ സോങ് കാണും പറയാലോ. അത് മനസ്സിലായി. ഈ ഭാഷ നായികമാരെ തേടാനുള്ള ചേതോപിക്കാറുണ്ട്. ഞാൻ തേടിപ്പോയൊന്നുമല്ല. ചുമ്മാ. അതായത് അല്ല, ഈ ക്യാരക്ടേഴ്സ് അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കഥ. അതെ, അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഒരു ജാടയും പരിപാടിയൊക്കെ ഒരു മലയാളി പെൺകുട്ടികളെക്കാളും ഇവരെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ അവരിങ്ങനെ ഫോട്ടോസ് കാണിച്ചു തന്നു, അമേരയുടെയും പായലിൻ്റെയും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കറക്റ്റായിരിക്കും, നമുക്കും കറക്റ്റായിട്ട് തന്നെ തോന്നി. ഇവർ വന്ന് ആ സോങ് കണ്ടപ്പോഴും എല്ലാവരും അതിന് പറയണം അവര് കറക്റ്റാണ്. സോങ് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ആ ക്രിഞ്ച് സോങ് ആരുടെ ഐഡിയ? അത് ഡയറക്ടേഴ്സിന്റെ ഐഡിയ തന്നെ, കംപ്ലീറ്റ് അവരുടെയാണല്ലേ? അതെ. ഇങ്ങനെ ഈ മരം ചുറ്റി പ്രേമവും പുറകെ കിടക്കലും അങ്ങനത്തെ ക്രിഞ്ച് പരിപാടികൾ കാണിക്കുകയും അതിന് ക്രിഞ്ച് സോങ് എന്നൊരു പേര് കൊടുക്കുകയും ചെയ്യാന്ന് പറയണ അതിന്റെ ബ്രില്യൻസ്. അതെ. ചേട്ടാ, എന്താണ് കഥാപാത്രത്തെ പറ്റി? എൻ്റെ കഥാപാത്രം അതെ, ഇതിലെ ഒരു അച്ഛനാണ്, പ്രീസ്റ്റാണ്. ആരുടെ അച്ഛനാണ്? പള്ളിയിലുള്ള ആരുടെ അച്ഛനല്ലേ? പ്രീസ്റ്റാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ കേട്ടില്ല, സോറി. നീ രാവിലെ തുടങ്ങി ഇവിടെ ഇരിക്കുകയാണല്ലോ. പ്രീസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേ ആരുടെ അച്ഛൻ? സോറി, അത് കേട്ടില്ല. ഫാദർ, whose father? Actually, I noticed this. അപ്പൊ അങ്ങനെ അച്ഛൻ ഈ കുടുംബത്തോട്, ഇവരുടെ നമ്മുടെ അപൂർവ പുത്രന്മാരുടെ കുടുംബത്തോട് വളരെ താല്പര്യമുള്ള, അടുപ്പമുള്ള, ഇവരോടൊക്കെ ഒരു അവരുടെ കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന ഒരു അച്ഛനാണ്. അവരുടെ നല്ല സമയത്തും മോശ സമയത്തും കൂടെ നിൽക്കുന്ന, വേണ്ട ഉപദേശങ്ങളോ മറ്റ് അങ്ങനെയുള്ള സഹായ കാര്യങ്ങൾ, അവരോടൊപ്പം നിൽക്കുന്ന, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു അച്ഛനാണ്. അച്ഛൻ ഇത്രയോട്ട് ഇവരെ കൺട്രോൾ ചെയ്യും, കാര്യങ്ങൾ ചെയ്യും, പുത്രന്മാരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ അച്ഛനുണ്ട്, അവരുടെ നല്ലതും മോശമായ സമയങ്ങൾക്കെല്ലാം. അപ്പോൾ ആ നാട്ടിലെ പ്രിയപ്പെട്ട, പള്ളിയിലെ നല്ല സ്നേഹസമ്പന്നായ, എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു അച്ഛനാണ്. അതാണ് ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ. ഈ പടത്തിൻ്റെ മർമ്മപ്രധാനമായ സീനുകളിലെല്ലാം അച്ഛൻ്റെ ഒരു പങ്കുണ്ട്. അതുപോലെ അതാണ് അതിൻ്റെ ചുരുക്കം, അതാണ്. ഷാനേട്ടാ, ശരിക്കും പണ്ട് ജോക്കറിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസിൽ അത് ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്കല്ല പോകുന്നത്. ജോക്കറിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലോയിസ് സാർ വിളിക്കുന്നു, കാസ്റ്റ് ചെയ്യപ്പെടുന്നു, അതിൽ അഭിനയിക്കുന്നു. അതിനുശേഷമുള്ള ഗുരുവായൂരപ്പൻ കോളേജിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു ആക്ച്വലി? ആ കുട്ടികൾ എങ്ങനെയാണ് അത് വെൽക്കം ചെയ്തതും ചേട്ടനെ പിന്നീടുള്ള ആ ഒരു ജോക്കറിന് മുമ്പും ശേഷവും അല്ലെങ്കിൽ സിനിമയ്ക്ക് മുമ്പും ശേഷവും എങ്ങനെയാണ് കുട്ടികൾ ട്രീറ്റ് ചെയ്തിരുന്നത്? എത്രത്തോളം ലവ് ലെറ്റേഴ്സ്, എത്രത്തോളം പ്രപ്പോസൽസ്, എത്രത്തോളം വെൽക്കം? ഇല്ല, ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് പ്രീ ഡിഗ്രിയാണ് ഞാൻ അവിടെ ചെയ്തത്. അപ്പൊ തന്നെയല്ലേ എനിക്ക് തോന്നുന്നു ജോക്കർ ചെയ്ത? അതെ, പ്രീ ഡിഗ്രി കഴിഞ്ഞ സെക്കൻഡ് ഇയർ അവസാനം. അതെ, അല്ലല്ല, അന്നേരമാണ് ഞാൻ ഫിലിമിലേക്ക് വരുന്നത്. അതെ, 2 കൊല്ലോടെ കഴിഞ്ഞിട്ടാണ്. അപ്പം എന്താ പറയാ, എന്റെ ഫ്രണ്ട്സിനും കോളേജിലുള്ളവർക്കും എല്ലാം തന്നെ അറിയായിരുന്നു എന്റെ ആഗ്രഹം സിനിമയിലെത്തുക, സിനിമാ നടനാവുക എന്നുള്ളത്. ഞാനിതിങ്ങനെ എന്താ പറയാ, അതൊരു വലിയൊരു ഒരു എന്താ പറയാ, ഒരു എന്തായ രഹസ്യം എന്ന് പറയാ,
പരസ്യമായ രഹസ്യമായിരുന്നു. അതെ, ആ. കാരണം ഞാൻ നേരത്തെ അശോകൻ പറഞ്ഞത് ശ്രദ്ധിക്കുകയായിരുന്നേ, പഠിക്കുന്ന സമയത്ത് അശോകന് പഠിത്തത്തെക്കാട്ട് കൂടുതൽ അറിയാം ആ സമയത്ത് സിനിമകളെ ഡയറക്ടേഴ്സ്. അതേപോലെ എക്സാമിന് കയറാൻ നിൽക്കുമ്പം എല്ലാവരും എന്താ പറയാ ആ സബ്ജക്റ്റ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ മാറി നിന്നിട്ട് ആ ഒരു അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്തിൽ നീ വായിച്ച ഡയലോഗ് എക്സാമിലടാ ഈ സമയത്തെങ്കിലും എന്തെങ്കിലും പഠിക്കണമെന്ന് പറയുമ്പോ ഞാൻ പറയും, എടാ നിനക്ക് ഇത് പഠിച്ചിട്ട് വേണമായിരിക്കും എന്തെങ്കിലും ആകാൻ, എനിക്ക് ഇത് പഠിച്ചിട്ട് വേണം എന്തെങ്കിലും ആകാൻ. സിനിമ ആ പ്രാന്തായിരുന്നു. അപ്പം എന്റെ കൂട്ടുകാർക്കൊന്നും ഒരു അത്ഭുതവും ഇല്ലായിരുന്നു ഞാൻ സിനിമയിൽ എത്തിയതില്. പിന്നെ അത് കഴിഞ്ഞ് ആ കോളേജിലേക്ക് വരുമ്പം ആ കൂട്ടുകാരല്ല അവിടെ ഉള്ളത്, പുതിയൊരു ജനറേഷൻ അവിടെ ഉണ്ട്. അപ്പം എന്റെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് എന്റെ അത് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. സിനിമാടനാണ്, സിനിമാടൻ വരുന്നു. കോളേജിൽ ഒരു സെലിബ്രിറ്റി മൂഡ് ഉണ്ടായിരുന്നു. അതെ, ആ സമയത്തും ഉണ്ടായിരുന്നു. അതെ, സെലിബ്രിറ്റി ആവുന്നതിൽ മുമ്പും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ആ കോളേജിലേക്ക് ഒരു സെലിബ്രിറ്റി ആയിട്ട് വന്നപ്പം അത് പുതിയൊരു ഒരു കുട്ടികളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അത് രസമുണ്ടായിരുന്നു. ചേട്ടാ ഇപ്പോ ജിംഖാനയിൽ മകൾ അഭിനയിച്ചു, അപ്പൊ അത് കണ്ടപ്പോൾ ഒരു അച്ഛന്റെ ഫീൽ എന്തായിരുന്നു? ആക്ച്വലി തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. എങ്ങനെയായിരുന്നു അത്? ഞാൻ എനിക്കങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യാറുണ്ട്. വീട്ടിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോ എനിക്കിങ്ങനെ എന്താ പറയുക, ഇവളുടെ ഓരോ എക്സ്പ്രഷൻസും ഇവിടെ വർത്തമാനവും ഒക്കെ കേൾക്കുമ്പം എന്താ പറയുക, ആ സിനിമയിലൊക്കെ ഈ പരിപാടി, ഇവളുടെ ഈ ഒരു മൈന്യൂട്ട് പരിപാടികളൊക്കെ രസമായിരിക്കുമല്ലോ എന്നൊക്കെ ചുമ്മാ തോന്നാറില്ല. അതിലൊന്നും ഒരിക്കലും സംസാരിക്കാറില്ലെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ അവള് അതെ അങ്ങനെ സിനിമയിലെത്തുന്നു. അത് സിനിമ കാണാൻ പോകുമ്പം അതെ ആ മനസ്സിലിങ്ങനെ കണ്ടതാണല്ലോ ഞാൻ കാണാൻ പോകുന്നത് എന്നുള്ളൊരു ഒരു ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പം അതെ അറിയാവുന്ന ഒരു കാര്യം നടന്നതുപോലെ അങ്ങനെയൊക്കെ അങ്ങ് തോന്നി. ഭയങ്കരമായിട്ട് അങ്ങ് എക്സൈറ്റഡ് ആയില്ല, പക്ഷെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. ചേട്ടാ എനിക്ക് വിഷയമുള്ള നടനെയും ഒപ്പം എഴുത്തുകാരനും ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ഞാൻ വിഷ്ണുചേട്ടനിലെ എഴുത്തുകാരന് നോട്ടീസ് ചെയ്യാറുണ്ട്, പല തവണ മിക്കപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മിഥുനേട്ടൻ, നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ഒരു ഈ ഇടയ്ക്ക് അനൂപ് മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞൊരു കോട്ടുണ്ട്. അതായത് പണ്ട് തൊട്ടേ, ചിലപ്പോൾ അശോകന് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, പണ്ട് മുതലേ എഴുത്തുകാർക്ക് വേണ്ട ഒരു പ്രാധാന്യം അതിൻ്റെ ഈവൻ ആ പോസ്റ്ററിൽ പോലെ ഇപ്പോൾ നമ്മുടെ സംവിധായകൻ ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ സിനിമയുടെ കേസല്ല ഞാൻ പറയുന്നത്, പൊതുവിൽ എഴുത്തുകാരെ ലേബൽ ചെയ്യപ്പെടുന്നത് വളരെ ഡൗൺ ആയിട്ട് തന്നെയാണ്. അതിനെതിരെ പലരും പറഞ്ഞിട്ടുണ്ട്, പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചേട്ടൻ എന്താ തോന്നുന്നു, ഇപ്പോഴും അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇൻഡസ്ട്രിയിൽ? സംഭവിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ പണ്ടത്തെക്കാളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നതും അല്ല, കാരണം അവരുടെ അല്ലേ ഒരു കഥാബീജം അവരെന്നല്ലേ. തീർച്ചയായിട്ടും അതിൽ നിന്നാണ് എല്ലാ തുടക്കം. അതെ, എഴുത്തുകാരനെയും സംവിധായകനെയാണ് ഏറ്റവും അതിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത്. ആക്ച്വലി എഴുത്തിൽ നിന്നല്ലേ എല്ലാം തുടങ്ങുന്നത്, അവരുടെ തോട്ടിൽ നിന്നാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ചും കൂടി പ്രോമിനൻസ് ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ ശരി. അശോകൻ എന്താണ് അതിൽ തോന്നിയിട്ടുള്ളത്? കാരണം ഒരു സീനിയർ ആക്ടറാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഒരുപാട് സംവിധായകരെ എഴുത്തുകാരെയൊക്കെ ചേട്ടൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു വേണ്ടത്ര പരിഗണന എഴുത്തുകാർക്ക് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? അല്ല, ഇപ്പോൾ വിഷ്ണു പറഞ്ഞൊരു കാര്യമുള്ള കറക്റ്റാണ്. അത് എല്ലാത്തിനും തുടക്കം അക്ഷരത്തിൽ നിന്നാണ്. നമ്മളെല്ലാം ഒരു അക്ഷരം അല്ലെ വാക്ക് തുടങ്ങുന്നത് എപ്പോഴും നമ്മളൊരു ഒരു ബിന്ദു എന്ന്, അത് പൂജ്യത്തിൽ അല്ലെ ബിന്ദുവിൽ നിന്നൊന്ന് പറയില്ലേ, അതെ, അക്ഷരത്തിൽ നിന്നാണ് എല്ലാത്തിനും സ്റ്റാർട്ടിങ്. എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൽ നിന്ന് തന്നെയാണ്. അത് പ്രത്യേക ഒരു എന്താ പറയുന്നത്, ഒരു സ്ക്രിപ്റ്റ് എന്ന് കഥ, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സിനിമയുടെ നട്ടല്ല. അതെ, ആ സ്ക്രിപ്റ്റ് നന്നായാൽ അത് നന്നായിട്ട് ഉൾക്കൊണ്ട് നന്നായിട്ടത് പിന്നെ മേക്ക് ചെയ്താലേ ഒരു നല്ല സിനിമ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ആ സ്ക്രിപ്റ്റ് അല്ല പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് പ്രാധാന്യമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആളുകൾ എസ്റ്റാബ്ലിഷ് ആയ എത്രയോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് ഉറപ്പായിട്ടും. പക്ഷെ അതിൽ ലേബൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പോസ്റ്ററിൽ ഇവൻ പേര് പോലും നമ്മൾ തപ്പിയെടുക്കണം. അല്ല, പിന്നെ പലർക്കും നല്ല സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും വേണ്ടത് പരിഗണന കിട്ടാതെ പോകുന്നു. അതെ അതെ, അതാണ് അത് കറക്റ്റാണ്. വളരെ നല്ല സ്ക്രിപ്റ്റ്, നല്ല സീരീസുകളും കാര്യങ്ങളൊക്കെ ആ വേണ്ട പരിഗണന അത് കിട്ടിയില്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ട്. എനിക്ക് പലപ്പോഴും ശരിയാണെന്ന് അറിയില്ല, റൈറ്റേഴ്സ് അവര് എന്താ പറയാ, അവരത് പ്രതീക്ഷിക്കുന്നുമില്ല എന്ന് തോന്നുന്നു. അതായത് അവരുടെ ആ ഒരു എഴുത്ത് അവരത് സ്ക്രീനിൽ ആവിഷ്കരിച്ച് കാണുന്നു. അവര് അതിലവര് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അവര്, അല്ലേ? റൈറ്റേഴ്സിന്റെ ആംഗിളിൽ നിന്ന് അങ്ങനെയല്ല ആക്ച്വലി. കാരണം അവര് കണ്ടത്, അവര് അനുഭവിച്ചത് ഇതൊക്കെയാണ് ചോര നീരാക്കിയ പരിപാടിയാണ്.
കിറ്റേന്റെ പണവും ലാസ്റ്റ് ക്രെഡിറ്റ് മൊത്തം വേറെ ആൾക്കാർ കൊണ്ടുപോകും. സത്യമാണോ? പിന്നെ അത് പിന്നെ വേറെ ഇവർ നല്ല റൈറ്റേഴ്സിന് ചെല്ലേണ്ട സ്ഥലത്തേക്ക് ചെല്ലുന്നില്ല. അങ്ങനെ കാര്യമുണ്ട്. അവരുദ്ദേശിച്ചത് അതുപോലെ ടീമിൽ വർക്ക് ചെയ്താലേ അത് വരുള്ളൂ. ഇപ്പം പിന്നെ ഉള്ളതെന്ന് നമുക്കിപ്പോൾ ഒരുപാട് നല്ല റൈറ്റേഴ്സ്, ഒരുപാട് ടാലൻ്റുള്ള ഒരുപാട് ആൾക്കാർ, പക്ഷേ പലർക്കും എന്തോ അതനുസരിച്ചുള്ള ഒരു ഐഡൻറ്റിറ്റി കിട്ടുന്നില്ല. ഒരു ഐഡൻറ്റിറ്റി പലർക്കും എത്ര ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരിപ്പോൾ ഉണ്ട്, ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് വരുന്നില്ല എന്നുള്ളത് അത് എന്തുകൊണ്ടോ അറിയുന്നു. അത് അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചേരേണ്ട ചില സ്ഥലങ്ങളിൽ ചെല്ലുന്നില്ല, അത് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല, അങ്ങനെ ടീമിലേക്ക് വരുന്നില്ല. അങ്ങനെയൊക്കെ ഒരു കാരണം അതിനകത്ത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാകുമ്പോഴേ ഒരു എഴുത്തുകാരനും ഒക്കെ ശ്രദ്ധിക്കപ്പെടുകയുള്ളല്ലോ. നമ്മൾ ഈ മറ്റേ ഇതിൽ പെരുന്തച്ചല് പറഞ്ഞ പോലെ മറ്റേ കല്ല് ശില്പമായി കഴിഞ്ഞാൽ പിന്നെ ശില്പി ഔട്ടായി മേക്ക് ചെയ്ത് കഴിയുമ്പോ പിന്നെ റൈറ്ററുടെ ആവശ്യം ഒബ്വിയസ്ലി ഇല്ല. അതാ പക്ഷെ റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അയാളെ കൂട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ അത് അയാളുടെ കുഞ്ഞാണ് ആ സിനിമ എന്ന് പറയുന്നത്, ആ പ്രൊഡക്റ്റ്. പക്ഷെ ക്രിയേറ്റേഴ്സ് പലപ്പോഴും വേറെ നല്ല സംവിധായകര് ഈ റൈറ്റേഴ്സിനെ തിരിച്ചറിയുന്നുണ്ടല്ലോ, അവർക്കറിയാലോ. ഇപ്പൊ ഒരു സെൻസ് ഉള്ള ഡയറക്ടർ ഒരിക്കലും റൈറ്ററെ തള്ളി പറയില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല. അല്ല, നമ്മൾ പറയുന്നത് ജനപ്രീതിയെ പറ്റിയിട്ടാണ്. ആളുകൾ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തുന്നു ഇല്ലല്ലോ എന്നുള്ളതാണ്. അത് ഇവര് ശരിക്കും അന്വേഷിക്കുന്നവർക്ക് അറിയാട്ടോ, ഉണ്ടാവില്ലേ ഓഡിയൻസിൽ വളരെ കീനായിട്ടുള്ളവർക്കല്ലേ ഉള്ളൂ. അതെ, സീരിയസ് ആയിട്ട് സിനിമയെ നിരീക്ഷിക്കുന്നവർക്ക് അറിയാം റൈറ്റേഴ്സ് റൈറ്റേഴ്സിന്റെ പ്രാധാന്യം എത്രത്തോളാണ്. എല്ലാരും അറിയണമെന്നുള്ള വാശി പിടിക്കണേല് അർത്ഥമില്ല. കാരണം അവര് അങ്ങനെയൊന്നും അല്ല കാണുന്നത്. ജസ്റ്റ് ഒരു 2 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം ആരും എഴുതിന്ന് അന്വേഷിച്ച് പിടിച്ച് കൊടുക്കാൻ ആരും നിൽക്കണം, അങ്ങനെയല്ല. നമുക്ക് കിട്ടുന്നത് നോക്കിയാൽ മതി. അതെ അതെ, സിനിമ നന്നായി വിലയിരുത്തുന്നവർക്ക് അറിയാം. ഇത് എല്ലാം ശ്രദ്ധിക്കാം. അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ അവരുടെ കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് അത് വിലയിരുത്തി പറയുന്നുണ്ട്. നന്നായിട്ട് സിനിമ എൻജോയ് ചെയ്ത് വളരെ വാച്ച് ചെയ്യുന്നവർക്ക് അതുകൊണ്ട്. Mera, I don't know. Do you understand this? No. No. Okay, it's fine. എന്തൊക്കെയോ പറയുന്നു. She's observing, അല്ലേ? മലയാളം പഠിച്ചോണ്ട്. Yeah, maybe 1 or 2 more years, maybe she will have more movies and she will do an interview in Malayalam, right? Yeah. Hopefully, right? After doing a movie with Fahad Fasil. Yes, hopefully. Yeah, we wish you all the very best. Prepared, no? Yes. Any I chance? wanted before. Any progress? Any chance? With Fahad Fasil? Yes. Yeah, manifesting. Hopefully. Let it be. I'll learn Malayalam before I shoot with him. So, which kind of characters do you want to act in a Malayalam cinema? Like, of course, Malayalam cinema has in an outstanding efforts that they have made it. Maybe in content richness. Yeah, they are renowned by that. So, what do you think? Which kind of roles that you wish to play? So this movie is out and out comedy. So I have already played, not really played, but then I think Malayalam industry, the acting and the quality of the movie is really nice. It's very real, it's very subtle and really nice. Thank you. So I think I would really want to, explore my acting skills and explore the industry and how I get roles. So I'm open to all kind of roles. Whichever suits me, I would really work hard for that. Great. Yeah. Okay. Wish you all the very best, by the way. Thank you. ചേട്ടാ, ഒരു സീനിൽ ഒരു ആക്ടർ റിഹേഴ്സൽ ചെയ്യും, അല്ലെങ്കിൽ പ്രാക്ടീസ് പരിശീലനം നേടിയിട്ട് പോയി ആക്ട് ചെയ്യുന്ന കേസസ് ഉണ്ട്, അല്ലെങ്കിൽ നേരെ പോയി ആക്ട് ചെയ്യുന്ന കേസസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു അശോകനെ സംബന്ധിച്ച് ആസ് ആൻ ആക്ടർ ഒരു സീൻ മുമ്പിലേക്ക് ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ റൈറ്ററോ പറഞ്ഞു തരുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കൂടുതലും ഒരു കോമഡി സീൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടാണോ ചെയ്യുക, അല്ലെങ്കിൽ സ്പോട്ടാണോ, അല്ലെങ്കിൽ ഒരു സെന്റിമെന്റൽ സീനാണെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രാക്ടീസാണ് അശോകൻ ഓരോ സീൻസിലും നടത്തുക? അല്ല, കോമഡി ചെയ്യുമ്പോൾ നമ്മൾ കോമഡി ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും ചെയ്ത സക്സസ്. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അതൊരിക്കലും ചെയ്യും. നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്ത് ചെയ്യുന്നത് അത് അതിനകത്ത് ഇതിൽ നാച്ചുറലി നമ്മൾ അതിലേക്ക് വന്നു പോകുന്ന സംഭവങ്ങൾ കുറേ ഉണ്ട്. അങ്ങനെ കുറേ കോമഡി ഹ്യൂമർ ഒക്കെ എന്നുണ്ട്. നമ്മൾ ഇന്ന രീതി മതി എന്ന് മനസ്സിൽ തിട്ടപ്പെടുത്തിയൊന്നും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് വരും കുറേ സാധനങ്ങൾ. അങ്ങനെ ആ സമയത്ത് അഭിനയിക്കുന്ന സമയത്ത് നാച്ചുറലി വരുന്ന കുറേ സംഭവങ്ങൾ കുറേ അത് ഫ്രഷായിട്ട് കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല, കോമഡിക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും അങ്ങനെ ആക്ട് ചെയ്താൽ വളരെ കുഴപ്പമായി പോകുന്നില്ല. അതിൻ്റെ തൊട്ടും കോമഡി ഉണ്ടാവില്ല. മുൻകൂട്ടി ഒരു കാര്യം നമുക്ക് ചിലത് ചെയ്യാൻ പറ്റില്ല. പിന്നെ സീനുകളൊക്കെ മനസ്സിലാക്കി ഏകദേശം ഒരു ഐഡിയ മനസ്സിലുണ്ടാവും. നമ്മുടേതായ ഒരു ഐഡിയ തോന്നും അഭിനയിക്കുമ്പോൾ. ആ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളല്ലാതെ അങ്ങനെ കൃത്യമായിട്ട് വരുന്ന അങ്ങനെ പറഞ്ഞ് നമുക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല.
പിന്നെ ബേസിക്കലി ഒരു ടാലൻ്റ് ഉണ്ടാവണം. അതെ അതെ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇംപ്രൂവൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കില്ല. അടിസ്ഥാനമായിട്ട് ടാലൻറ്റ് വേണം. എല്ലാം കൃത്യം പഠിച്ചു പോയി ചെയ്താലൊന്നും ഒരിക്കലും അങ്ങനെ ആവണമെന്നില്ല. സത്യം സത്യം ശരിയാണ്. അതൊരു ഐഡിയ ഇത്തിരി ഉണ്ടാവണം. ഒരു ടാലൻ്റ് ഇല്ലാതെ പറ്റത്തില്ല. അത് വേണം. ശാന്തേട്ടാ ഉറങ്ങിയോ? ഇല്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഉറങ്ങും. അതെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളിത് പെട്ടെന്ന് തീർക്കൂലേ. പക്ഷെ എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ഡയറ്റിനെ പറ്റി, ഇപ്പോൾ ഓഫ് കോഴ്സ് നിശാന്തേൻ്റെ വർക്കൗട്ട്സിനെ ബേസ് ചെയ്തും കുറേ ആളുകൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, മമ്മൂക്ക പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, ഇഷ്ടമുള്ള അത്രയും കഴിക്കില്ല എന്ന്. അപ്പം ഓരോ ആൾക്കാർക്കും ചിലർ കംപ്ലീറ്റ്ലി ഷുഗർ ജീവിതത്തിൽ നിന്ന് മാറ്റിയ ആളുകളുണ്ട്. നിശാന്തേൻ്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടോ? ഐ മീൻ എന്തെങ്കിലും ഒരു സംഭവം കഴിക്കും അല്ലെങ്കിൽ കഴിക്കില്ല അങ്ങനത്തെ ഒരു പർട്ടിക്കുലർ പ്ലാൻ ഉണ്ടോ? അത് ഇല്ല, അങ്ങനെയില്ല. ഇപ്പൊ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. മധുരം ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. കാരണം അങ്ങനെ കട്ട് ചെയ്തപ്പോഴാണ് അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ മനസ്സിലാവുമ്പോൾ നമുക്ക് ഒരു ഇതപ്പോ എങ്ങനെയാണെങ്കിൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാലോ, അപ്പൊ ആ ഒരു ഏരിയ നന്നായിട്ട് നിൽക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പൊ കുറച്ച് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ ഒഴിവാക്കാറില്ല. എല്ലാം ഇഷ്ടമുള്ളതൊക്കെ അത് അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ഒരു നല്ലൊരു ബിരിയാണി കഴിക്കാൻ തോന്നി അത് കഴിക്കാലോ നമുക്ക്. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം പിന്നെ ഇച്ചിരി കഴിക്കലൊന്ന് കുറച്ചാ മതി. നേരത്തെ പഞ്ചായത്താവും. അതെ അതെ, അതുകൊണ്ട് പഞ്ചാര കുറച്ചില്ല. അതെ. ഇഷ്ടപ്പെട്ട വർക്കൗട്ട് എന്താ? ഏറ്റവും സ്ട്രെച്ചിങ്. സ്ട്രെച്ചിങ് അതല്ലാതെ എന്തെങ്കിലും ഒരു വെയിറ്റ് ലിഫ്റ്റിംഗിനെ ബേസ് ചെയ്തിട്ട് എന്താ? വെയിറ്റ് ലിഫ്റ്റിംഗിൽ എന്താ എനിക്ക് എന്തെങ്കിലും ഒരു പാർട്ട് വർക്കൗട്ട് പറഞ്ഞാൽ? എനിക്ക് ഇത് ഡെഡ് ലിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതെ, മദർ ഓഫ് എക്സസൈസസ് അല്ലേ? വലിയ ആള് വെറുതെ ഒന്നുമല്ല ഈ സിക്സ് ഹൃതിക്രോസിനായിട്ടല്ലേ? ഓക്കെ. വിഷ്ണുട്ടാ എന്തെങ്കിലും ഒരു പുതിയ തിരക്കഥ മനസ്സിലുണ്ടോ? എപ്പോഴെങ്കിലും നമുക്ക് ഒരു വലിയ പരിപാടി, ഐ മീൻ ഞങ്ങൾ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഒരു പറയാറായിട്ടില്ല, പറയാറാവുമ്പോ ലാലേട്ടന്റെ ഒരു പേര് ഞാൻ എവിടെ കേട്ടു. ഉണ്ടാവും? ഇത് ആരാണ് പറഞ്ഞു പണ്ടെങ്കാണ്ട് ഒരു ഇതിൽ ഉണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല അല്ലേ? അല്ല ഇത് എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. പ്ലാൻ ഉണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇരുന്നപ്പോഴാണ് ഒരു ഹോളിവുഡ് പടം വന്നത്. ഹോളിവുഡ്? അതെ, നമ്മൾ പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇരുന്നപ്പോ ചർച്ച ചെയ്ത് തന്നാ പിന്നെ ചെയ്തേക്കാതെ തീരുമാനിച്ചു. അങ്ങനെ പാടില്ല നിയമമൊന്നുമില്ലല്ലോ. ഞാൻ വെൽക്കം ദാറ്റ്. ഞാൻ അത് ഇഷ്ടത്തോടെ ചോദിച്ചു ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വി ആർ പ്രൗഡ്. ചെയ്യാൻ പറ്റട്ടെ. പറ്റട്ടെ, അതാണ് പറ്റും. കാരണം സ്കില്ലുണ്ടെന്ന് എനിക്കറിയാം. നമ്മളല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയി പോകുന്നുണ്ട്. അല്ല, അവര് നല്ല സ്ക്രിപ്റ്റേഴ്സ് ആണ്, നടനാണ്, അതെല്ലാം കയ്യിലുണ്ട്. അതെ അതെ, സകലകല വല്ലഭനാണ്. തീർച്ചയായിട്ടും. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, ഫണ്ണി ആയിട്ട് കുറച്ച് സാധനങ്ങൾ, ഫണ്ണിയല്ല നമ്മുടെ ലൈഫായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, അശോകേട്ടാ, മലയാളം സിനിമ പാട്ടുകളിൽ എപ്പോഴും ഓർക്കുന്ന, വിഷയന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് വരി ഏതാണ് എപ്പോഴും മനസ്സിലുള്ള ഒരു പാട്ടിൻ്റെ 2 വരികൾ? എപ്പോഴും എന്നെ ചിലപ്പോൾ അത് സന്തോഷിപ്പിക്കാം, ചിലപ്പോൾ എനിക്ക് സങ്കടം തരുന്ന വരിയായിരിക്കാം. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ആ ഒരു 2 വരി ഏതാ? അത് ഒരുപാട് പാട്ട് ഇഷ്ടം അല്ലല്ലോ, ഒരെണ്ണം വരികളാണ്. അതെ, അല്ല, അത് ഒരുപാട് പാട്ടുകളുണ്ട് പറയാനാണ്. ധാരാളമുണ്ട്. എന്നാലും അത് ഞാൻ അഭിനയിച്ച പടത്തിൽ വേണമെന്നില്ലല്ലോ. ഇല്ല, എങ്ങനെ ചേട്ടൻ്റെ ഇഷ്ടത്തിന് അഭിനയിച്ചതാവാം. 2 വരി വേണമെങ്കിൽ പാടാം. പാടിയ അത്ര സന്തോഷം. അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാടി തന്നാ മതി. അപ്പം ഞാൻ അഭിനയിച്ചതിനെ പാടിയില്ല. ഓക്കെ. പാതിരാമഴയേതോ ഹംസഗീതം പാടി വീണവാർമുകിലേതോ ചന്ദ്രഹൃദയം തേങ്ങി തെറ്റി. ശരിക്കും മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ട ഒരു ഗായകനാണ് അല്ലേ? ഗായകനാവാൻ വേണ്ടിട്ട് നഷ്ടപ്പെടണമെന്നില്ല, ഇനിയും അയ്യോ അങ്ങനല്ല, എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. ശരിക്കല്ലേ ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന തീർച്ചയായും അങ്ങനെയാണ് ആദ്യം ആഗ്രഹിച്ചത്. നടനാവുന്നതിന് മുമ്പ് ഗായകനാവുന്ന ആളാണ്.
നമ്മൾ ആഗ്രഹിക്കുന്ന വിധിക്കുന്ന വേറൊന്ന്. പക്ഷെ നമുക്ക് നല്ലൊരു നടനെ കിട്ടി. We are glad. അത് ഇത്ര കൂടി പോയോ? ഒരിക്കലില്ല, അത് ആരെങ്കിലും പറയട്ടെ, ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും പറയട്ടെ എല്ലാം. സന്തോഷം. Okay, so suggest me 2 lines of a song which you always listen. So currently I'm listening to the Spirits. There's this song called Spirits. So it's like, I got guns in my hair and they won't go. Spirits in the hair and they won't go. I'm trying to learn that song. Yeah, I heard that one, but I ഹിന്ദി വേറെ തുടങ്ങണേ അല്ല, ഇപ്പൊ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് His Highness കളിയാ. ഞാനും ഡെയിലി കേൾക്കാറുണ്ട്. അങ്ങനെ ഇമ്പ്രസ് ആവണേ ആവട്ടെ ഇത് ഒന്നുമില്ല കേട്ടോ. ഹിന്ദി പാട്ട് ഉണ്ട്. സുഹാനി രാത് ना जाने तुम कब you heard it? No. The famous Muhammad Rafi song. It's an old song. Old one. Also, yeah, also. Yeah. ഇനി 2 വരിയുടെ ഉപജ്ഞാത പറയൂ, ആ 2 വരി ഏതാണ് താങ്കളെ പ്രചോദിപ്പിക്കുന്നത്? എന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പാട്ടൊന്നും നിറഞ്ഞിരിക്കാറില്ല. അല്ല, വരികൾ സ്ട്രൈക്ക് ചെയ്ത് ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. വരികൾ സ്ട്രൈക്ക് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവും, സ്വാഭാവികമാണ്. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനി എന്നരികിൽ, ആ വരി. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനി എൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ, നീ എന്നരികിൽ നിൽക്കേ. നല്ല പാട്ടാണത്. അതേതാ സിനിമ? ഏതാ? മയൂഖം. മയൂഖം. മയൂന്ന് അറിയില്ല, പാട്ടാണ് എൻ്റെ. അല്ല, മയൂഖാണോ ഞാൻ മറന്നുപോയി, പടം ഏതാന്ന് മറന്നുപോയി. ഹരിഹരൻ സാറിന്റെ പടമാണ് മയൂഹരി. നല്ല പാട്ടാണ്. അതാ മമത. ഹൃദയത്തിന് മധുപാത്രം സെറ്റ് ആവുന്നല്ലേ ആളെ കാണുമ്പോ. അടിപൊളി. ആലോചിക്കുകയാണ്, എന്തോ നിഗൂഢ ചിന്തയിലാണ്. അത് ഞാൻ പറഞ്ഞില്ല. അതൊരിക്കലും പോവില്ലല്ലേ? അതാണോ? ഇല്ല, എനിക്ക് മറ്റേ അതേ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. അയ്യോ, ആദ്യം എങ്ങനെയായിരുന്നു? ചന്ദ്രകളഭം. അതല്ലേ? അതെ അതെ. അയ്യോ, നമ്മൾ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോഴേ ഭയങ്കര രസമുള്ള നേച്ചറൊക്കെ കാണുമ്പോ ഇങ്ങനെ അന്നേരം ഇത് മനസ്സിൽ വരുമോ, ഈ മനോഹര തീരത്ത് തരുമോ ഒരു പാട്ട്. വയലാർ ദേവരാജൻ, പ്രൈം മിനിസ്റ്റർ. വേറൊരു ക്വസ്റ്റ്യൻ, ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗ് ഇപ്പൊ നമുക്കൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നരസിംഹം കണ്ട സമയത്ത് മമ്മൂക്ക പറയുന്ന ഷാൽ റിമൈൻഡ് യു സംതിങ് ഇറ്റ് ഈസ് ക്വൈറ്റ് അൺബിക്കമിങ് ആൻ ഓഫീസർ, ഐ പിറ്റി യു എന്നൊക്കെ പറഞ്ഞ് നമ്മളത് പഠിച്ച് നമ്മുടെ മനസ്സിൽ കയറിയതാണ് എപ്പോഴും. അങ്ങനെ പറഞ്ഞത് ഇവര് പറഞ്ഞു ചേട്ടാ, അങ്ങനത്തെ ഒരു ഡയലോഗ് ഏതാ മനസ്സിലുള്ള? സിനിമയിലാണോ? ആ, സിനിമയിലല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് നരസിംഹത്തിൽ എന്റെ ചൈൽഡ്ഹുഡിലൊക്കെ എന്റെ ഉള്ളിൽ കയറിയതാ, അതുപോലത്തെ മനസ്സിൽ തങ്ങിയ. ഞാനൊക്കെ മനസ്സിൽ തോന്നിയ ചെമ്മീനിലെ ഡയലോഗ്. ഞങ്ങളൊക്കെ ആ സ്കൂളിൽ പഠിച്ച സമയത്ത് മൗസാറ് പറഞ്ഞ ഡയലോഗാണ്. കറുത്തമ്മയെ വിളിക്കും. കറുത്തമ്മ, നീ ഇല്ലെങ്കിൽ ഞാൻ ഈ കടാപ്പുറത്ത് പാടി പാടി ശംഖുപൊട്ടി മരിക്കും എന്ന്. അത് അന്നത്തെ വളരെ പോപ്പുലറായിട്ടൊരു ഡയലോഗാണ്. പരീക്കുട്ടി പ്രേമിക്കുന്ന സ്ത്രീയുടെ കറുത്തമ്മ, അവർ വേറെ കല്യാണം കഴിച്ച് പോവാണ്. അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു സീനിൽ പറയുന്ന ഡയലോഗാണ്. മധുസാറാണ് ഷീലാമ്മയോട് പറയുന്ന ഡയലോഗാണ്. അങ്ങനെ ഉള്ള കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന സംഭവം. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അതറിയില്ല. Okay, so here, when you were a child, which movie dialogue did you repeat like a pro? जब we met. जब भी okay, there's this Jeet, okay, so she says मैं अपनी favorite हूँ. Because I used to repeat it all the time. ഷാഹിദ് കപൂർ. To people like, मैं अपनी favorite. അവിടെ എനിക്ക് അങ്ങനെ ഓർമ്മ വന്നില്ല. അല്ല, അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കണില്ല. നമ്മൾ ഈ മിമിക്രി ഒക്കെ ചെയ്യാൻ നടന്നുകൊണ്ട് കുറേ സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിടുന്നുണ്ട്. ചെറുപ്പത്തിലേക്ക് നമ്മൾ പറയില്ലേ, അതാ പറഞ്ഞ കുറേ പേരിലേക്ക് പറഞ്ഞുകൊണ്ടിടുന്നുണ്ട്. അതുകൊണ്ട് ഒരെണ്ണമായിട്ട് പിക്ക് ചെയ്ത് പറയാനായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതന്നെ അങ്ങനെ ഉണ്ടോ? അങ്ങനെ പെട്ടെന്നൊരു കിട്ടൂല, എസ്കേപ്പ് ആണല്ലേ? ഓക്കെ, ഒരു മലയാള സിനിമ പറയാം. അതായത് ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് പോവാം. അശോട്ടാ, ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. അതേത് സിനിമയാണെന്നുള്ളത് അല്ലേ? അതെ.
അതുപോലെ 10 പ്രാവശ്യം ഞാനൊരു പടം സത്യത്തിൽ ഒരു പടം കണ്ടു. കണ്ടിട്ടില്ല. ഒരു 5 പ്രാവശ്യം കണ്ട സിനിമ ഉണ്ടോ? അതും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. 2 പ്രാവശ്യം കണ്ട സിനിമകളും ഉണ്ടാവും. അതേതാണ്? അത് എനിക്ക് തോന്നുന്നു ഒന്നല്ല അതിൽ കൂടുതലുണ്ട്. ചെമ്മീൻ അന്നൊക്കെ പിന്നീടും കണ്ടിട്ടുണ്ട്. വിഷുക്കണി എന്നൊരു സിനിമ കണ്ടിട്ടുണ്ട് 2 പ്രാവശ്യമൊക്കെ. 2 3 ഒക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ എനിക്കങ്ങനെ ഓർമ്മ വരുന്നില്ല. ഓക്കെ. Name a film you watched more than 5 times. Om Shanti Om. Understand the question? That's my favorite movie. ഫേവറേറ്റ് മൂവിയാണ്. Yeah. അവിടെ ഗോഡ് ഫാദർ റിപ്പീറ്റഡ്ലി വാച്ചിട്ടാണ്. റിപ്പീറ്റ്ലി വാച്ച് ചെയ്തിട്ടുണ്ട്. എപ്പോൾ കണ്ടാലും പിന്നെയും കണ്ടിരിക്കും. സത്യം. റാംജി റാവു ആണെങ്കിൽ CID മൂസ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം കൂടെ. ഓഫ് കോഴ്സ് ഒരു റൈറ്റർ കൂടെ ആണല്ലോ. നമുക്ക് ഇപ്പോൾ പണ്ടത്തെ സിനിമ ഇപ്പോൾ പറഞ്ഞില്ലേ, ഗുഡ് ഫാദറിൽ ഈവൻ ഡയലോഗ്സ് നമുക്കറിയാം. കല്യാണരാമനിലെയും പുലിവാൽ കല്യാണത്തിലെയും ഡയലോഗ്സ് നമുക്കറിയാം. പക്ഷെ നമ്മൾ പിന്നെയും കാണും. പക്ഷെ നമ്മുടെ ഇന്നത്തെ നമ്മൾ സോക്കോൾഡ് വിജയിച്ച പടങ്ങളാണെങ്കിൽ പോലും നമുക്കത് റിപ്പീറ്റഡ്ലി കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താണെന്നാണ് അത്? എന്തുകൊണ്ടായിരിക്കാം അത്? അല്ലേ, മറ്റതൊക്കെ ക്ലാസിക്കുകളാണ്. അതുകൊണ്ടാണ്. അതാണ്. എന്ന് വെച്ചാൽ അത് കാലഘട്ടത്തിന് അതിജീവനം. എത്ര തവണ കണ്ടാലും പിന്നെ നമ്മളുടെ ചെറുപ്പ സമയത്ത് നമ്മൾ കണ്ടതും കൊണ്ടും കൂടി ആയിരിക്കും. മേ ബി അതായിരിക്കാം. ചിലപ്പോൾ ഇപ്പോഴത്തെ ഭയങ്കര ഹിറ്റായൊരു സിനിമ നമ്മളും ആസ്വദിച്ച സിനിമയായിരിക്കും. പക്ഷെ അത് 2ാമത് കാണുമ്പോൾ അല്ലെങ്കിൽ 3ാമത് കാണുമ്പോൾ അത് അത്രയും ആസ്വാദനം കിട്ടണമെന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് ചിലപ്പോൾ അത് 2, 3, 4 തവണയും കണ്ടാലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. അതാണ്. അതെ. പിന്നെ അത് ഒരു 10-15 കൊല്ലം കഴിയണം, അപ്പോഴേ അറിയുള്ളൂ ഇത് ക്ലാസിക്കാണോ ഇല്ല എന്നുള്ളത്. അവിടെ ഉണ്ടോ ചേട്ടാ? ഗോഡ് ഫാദർ, ഇൻഹരിയർ നഗറൊക്കെയാണ്. ഓക്കെ. നിങ്ങൾക്കൊരു അവസരം കിട്ടുകയാണ്. നിങ്ങൾക്ക് ഒരു ലാലേട്ടൻ്റെ സിനിമയും സജസ്റ്റ് ചെയ്യാം. മലയാള സിനിമ അറിയാത്ത ഒരാൾക്ക് ഒരു ലാലേട്ടൻ മൂവി സജസ്റ്റ് ചെയ്യാം, ഒരു മമ്മൂക്ക മൂവി സജസ്റ്റ് ചെയ്യാം. ഏതൊക്കെയായിരിക്കും ആ സിനിമകൾ? ഒരു ലാലേട്ടൻ പടം. അതായത് മലയാള സിനിമയെ പറ്റി വലിയ ധാരണയില്ല, ഈ സ്റ്റാർസിനെ പറ്റി വലിയ ധാരണയില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ഇത് കണ്ടാൽ ഇതാണ് നിങ്ങൾ കാണേണ്ട ഇദ്ദേഹത്തിന്റെ പടം. അങ്ങനെ ഒരു മമ്മൂട്ടി ചിത്രം, ഒരു ലാലേട്ടൻ ചിത്രം, ഏതായിരിക്കും അത്? അശോകേട്ടൻ സജസ്റ്റ് ചെയ്യുന്നു. മോഹൻലാലിൻ്റെ ചിത്രം പറയുവാണെങ്കിൽ ചിത്രം. മമ്മൂട്ടി സിനിമ പറയുകയാണെങ്കിൽ വിധേയൻ. കാരണം വളരെ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. സത്യം. ഭാസ്കര പട്ടേൽ വളരെ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. പുള്ളി ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അതുപോലെ ചിത്രം വളരെ ടച്ചിങ് അവസാനമൊക്കെ ക്യാരക്ടർ. എനിക്ക് മനസ്സിൽ വരുന്ന അങ്ങനെ പറയാൻ പറ്റും. ഒരെണ്ണം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതല്ലേ പറയാൻ പറ്റും. ഓക്കെ. അമീറ, who is your favorite actor by the way? Okay, so you have a friend from Pune and she doesn't know anything about Malayalam industry. Yeah. And you want her to watch a Fahad Fasil movie. Trans. So, Trans. Okay. ചേട്ടാ പറയുകയാണെങ്കിൽ അങ്ങനെ ലാലേട്ടൻ മമ്മൂക്ക ചിത്രം. കിരീടം ഫോർ ലാലേട്ടൻ. മമ്മൂക്കയുടെ രാജമാണിക്യം. പപ്പയുടെ സ്വന്തം അപ്പൂസും തൂവാനത്തുമ്പിയുടെ. ഏത് പറഞ്ഞാലും ഓക്കെ. ഞാനിത് ചോദിക്കുന്നവരോട് നിങ്ങളുടെ ഫേവറേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. റിയൽ ലൈഫിൽ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി ഉണ്ടോ ഇതുവരെ കാണാത്ത? അത് ഒരുപാട് പേര് പറയാനുണ്ടോ? എന്നാലും ഇതുവരെ കാണാൻ പറ്റിയില്ല, പക്ഷെ ഒരു വട്ടമെങ്കിലും ഒന്ന് കാണണം ജീവിതത്തിൽ. പെട്ടെന്ന് വിടാന്ന് പറഞ്ഞാൽ ഞാൻ കേട്ട് കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച ഒരാൾ അല്ലേ? എനിക്ക് ഡൊണാൾഡ് ട്രംപിനെ കാണണമെന്ന് ആഗ്രഹം. ഇവിടെ നമ്മൾ വലിയ ലെവലിൽ പോട്ടെ, അത് ആഗ്രഹിക്കാമല്ലോ. കാണാനും ചിലപ്പോൾ പറ്റിയേക്കാം അല്ലേ? നമുക്ക് പറയാൻ പറ്റില്ല. Okay, so a person that you always wanted to meet. That you have. Oh my God. അതിന്റെ ഭാഗത്ത് വാസില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചെടുക്കുക. എന്തെങ്കിലും അല്ലെ, ഒന്ന് ആളെ സഹായിക്കും, ഒന്ന് കാണിച്ചെടുക്കുക. ഞാൻ പുള്ളിനെ കാണണം. അങ്ങനെ ഒരാളുണ്ടോ? ധനുഷിനെ കാണുന്നുണ്ട്, രജനികാന്തിനെ കാണുന്നുണ്ട്, ഷാറുഖ് ഖാനെ കാണുന്നുണ്ട്. ഒരാളെ പറ. എന്നാ ധനുഷ്. അവിടെ സൽമാൻ ഖാൻ. പണ്ട് കോളേജിൽ പറയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു മൂവി കണ്ടിട്ടാണ് എനിക്ക് സിനിമ നടൻ എന്നൊക്കെ സാധനം ഫസ്റ്റ് തലയിൽ കയറുന്നത്.
എക് ലഡ്ക എക് ലഡ്കി എന്നുണ്ട് പഴയൊരു അത് കണ്ടിട്ടാണ്. അത് വേണമെങ്കിൽ കാണാൻ ശ്രമിച്ചാൽ കാണാം കേട്ടോ. പക്ഷെ എന്നാലും അങ്ങനെയല്ല അല്ലേ, നമ്മളൊരു ഭയങ്കര ശ്രമമൊക്കെ നടത്തിയ അല്ലാണ്ടൊക്കെ അതിങ്ങനെ നാച്ചുറലി സംഭവിക്കണേന്ന് ഭയങ്കര ആഗ്രഹം. ഒരു എയർപോർട്ടിൽ ഞാനും കറക്റ്റ് ആ സമയത്ത് എയർപോർട്ടിലെത്തി, അങ്ങനെ കണ്ടു, അങ്ങനെയൊക്കെ കാണണം എന്ന് ആഗ്രഹിക്കും. ഓക്കെ, സോ എന്തായാലും അപൂർവ പുത്രന്മാർ തിയേറ്ററിലേക്ക് വരികയാണ്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു തമാശ ചിത്രം തന്നെയാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മലയാളികൾ തമാശ ചിത്രങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ. സോ ഇത് വേറൊരു തമാശയല്ല കേട്ടോ. തമാശ മാത്രമല്ല, വെറും തമാശ ചിത്രം അങ്ങനെ ഉണ്ട്. അതിപ്പോൾ പലതും ഒരു കോമൺ വേർഡായിട്ട് പോകുന്നുണ്ട്. അതല്ല, ഇതിനകത്തൊരു കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഒരു നല്ല ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിലുള്ള നാച്ചുറൽ ഹ്യൂമറാണുള്ളത്. ശരി. നമ്മൾ വെറും ഒരു കോമഡി ചിത്രം എന്ന രീതിയിലല്ല, അതൊരിക്കലുമല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും തിയേറ്ററിലേക്ക് വരികയാണ്. ഫൈനലി എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ട്? എല്ലാവരും ഉറപ്പായിട്ടും പോയിട്ട് അപൂർവത്തന്മാർ കാണണം. നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് സീനുകളും സീക്വൻസുകളൊക്കെ ഉള്ള നല്ലൊരു സിനിമയാണ് അപൂർവത്തന്മാർ. ഓക്കെ, എന്തായാലും all guys, wish you all the very best for your movie and thank you so much for the valuable time. Thank you so much. Thank you.